ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ഇത് നമ്മുടെ നാടൻ രീതിയിലാണ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവകൾ മാത്രം മതി ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ബാച്ചിലേഴ്സിനൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ അടികട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. ഇനി ഈ പാത്രം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നാടൻ ടേസ്റ്റ് കിട്ടാൻ വെളിച്ചെണ്ണയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി ഇത് 4ഉം കൂടിയിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ വെളുത്തുള്ളി ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. വലിയ അല്ലിയാണ് 6 എണ്ണം എടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയ ഉള്ളിയും ഒരു 6 അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 3 പച്ചമുളകാണ്. പിന്നെ ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി. ഇതെല്ലാം കൂടിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറുന്ന വരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള 2 സവാള അതുപോലെ സ്ലൈസസ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇനി ഈ സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോഴാണ് കറി നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുവരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു 1/4 ടീസ്പൂണും കുറച്ച് കൂടുതലും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടിയുടെ അളവ് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയാണ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റാം. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇപ്പോൾ ഈ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു വലിയ തക്കാളി, അത്യാവശ്യം പുളിയുള്ള ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ തക്കാളി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ തക്കാളി നന്നായി വെന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 3/4 കിലോ വരുന്ന ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഈ ചിക്കനും മസാലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു മിനിറ്റ് നേരം നമ്മൾ നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ചിക്കനൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു വെള്ളം കിനിയാനായിട്ട് തുടങ്ങും. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് നേരം നമ്മളിങ്ങനെ ചെറിയ തീയിലിട്ട് വേവിക്കുമ്പോൾ ചിക്കനിൽ ചെറുതായിട്ട് വെള്ളം ഇറങ്ങി വരും. അതുവരെ നമുക്കത് വേവിച്ചെടുക്കാം. പിന്നെ ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ, ചിക്കനൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 1.5 കപ്പോളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വന്നാൽ ഫ്ലെയിം കുറച്ച് വയ്ക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമ്മൾ നേരത്തെ വേവിച്ചതുപോലെ തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 15 മിനിറ്റ് നേരം നമുക്കിങ്ങനെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. 15 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഈ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. ഇടയ്ക്ക് നമുക്ക് മൂടി തുറന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം.
ഇപ്പോൾ ചിക്കൻ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ സമയത്ത് നമുക്ക് ഉപ്പ് പോരാ തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കത് തുറന്ന് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം കൂടി വേവിച്ചെടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് തന്നെ വേവിച്ചാൽ മതി. പിന്നെ ഈ ഒരു ചിക്കൻ കറി ഞാനിപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമുക്കിപ്പോൾ കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് എന്നുള്ളത് ഒരു 5 മിനിറ്റ് നേരം വേവിച്ചെടുത്താൽ മതിയാവും. ഇപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് നമുക്ക് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെയോ അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ പുതിയതായിട്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ അതെന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. താങ്ക്